നേരിട്ട് അനുഭവിച്ച കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളോട് പറയണമെന്ന് തോന്നി. കാരണം ഒരു ലേഡി ഡോക്ടർ ഇപ്പൊ ഞാൻ ഇന്നീ കാണുന്ന ഈ കസേരയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരുന്ന വഴി എത്രത്തോളം കഠിനമാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ മാത്രമാണ് സത്യത്തില് ഈ പ്രതിഷേധങ്ങൾക്കും അല്ലെങ്കിൽ ഈ പണിമുടക്കുകൾക്ക് ഉള്ളിൽ പിന്നിലുള്ള ചേതോവികാരം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ MBBS ജോയിൻ ചെയ്തത് 18 വയസ്സിലാണ്. അപ്പോൾ 3-ാമത്തെ വർഷമൊക്കെ ആവുമ്പോൾ 4-ാമത്തെ വർഷം ആവുമ്പോൾ ഞങ്ങൾക്ക് ക്ലിനിക്സിൽ ആയിരിക്കും. അതായത് ഞങ്ങൾ നേരിട്ട് ക്ലിനിക്കിൽ പോയി അവിടെയുള്ള ഡോക്ടർമാരുടെ കൂടെ നിന്ന് പേഷ്യൻസിനെ നേരിട്ട് കണ്ട് പഠിക്കുന്ന ഒരവസ്ഥയാണ് 3-ാമത്തെ വർഷം മുതൽ. പിന്നെ അങ്ങോട്ട് ഫുൾ. ആദ്യത്തെ ഒരു വർഷം 1.5 വർഷം മാത്രമേ ഞങ്ങൾക്ക് ലെക്ചർ ക്ലാസ്സുകളും തിയറി ക്ലാസ്സുകളും ഉള്ളൂ. ബാക്കിയൊക്കെ പ്രാക്ടിക്കലാണ്. അതിനുശേഷം ഞങ്ങൾ പണിയെടുക്കേണ്ടത് കാഷ്വാലിറ്റികളിലും വാർഡുകളിലും ഓപ്പറേഷൻ തിയേറ്ററുകളിലും അങ്ങനെ ഒരു ആശുപത്രിയിൽ എന്തൊക്കെയുണ്ടോ അവിടെ മുഴുവൻ ഞങ്ങൾ പണിയെടുക്കണം. അപ്പോൾ കാഷ്വാലിറ്റിയിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത് പലപ്പോഴും എല്ലാ നൈറ്റ് ഡ്യൂട്ടികളും സമയമില്ലല്ലോ, ഞങ്ങളുടെ ജോലികൾക്ക് സമയമില്ലല്ലോ. അപ്പൊ അവിടെയൊക്കെ പണിയെടുക്കുമ്പോൾ പലപ്പോഴും അപകടത്തിൽപ്പെട്ട ആളുകളുമായിട്ടൊക്കെ വരുന്നത് വലിയൊരു ജനക്കൂട്ടായിരിക്കും. അതിൽ പലരും മദ്യപിച്ചിട്ടുണ്ടായിരിക്കും, പലരും ബോധത്തിലൊന്നും ആയിരിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് പണിയെടുക്കുമ്പോൾ എത്രയോ തവണ നമ്മുടെ പല ശരീരഭാഗങ്ങളിലും ലക്ഷ്യമാക്കി വരുന്ന എത്രയോ കൈകൾ നമുക്ക് തട്ടി മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഈ അടുത്തയിടെ ധാരാളം വാർത്തകൾ കേൾക്കുവാൻ ഇടവരുന്നുണ്ട്. വനിതാ ഡോക്ടറെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി, ഡോക്ടറെ കുത്തിക്കൊന്നു എന്ന വാർത്തയൊക്കെ. ഈ സമൂഹത്തിൽ ഇതുപോലെ തുടരുകയാണെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 31 വയസ്സുള്ള ഒരു ട്രെയിനി ഡോക്ടറെ സെമിനാർ ഹാളിൽ രാത്രിയിൽ ഉറങ്ങാൻ പോയപ്പോൾ, അതും ഒരു പുരാതനമായിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്, രാവിലെ ഒരു ഫ്രണ്ട് പോയി നോക്കിയപ്പോൾ ഹാഫ് നേക്കഡായിട്ട് മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടത്. ആ കുട്ടിക്ക് ശരീരത്തിൽ ധാരാളം ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ പേരൻസ് ഇവരെ ഒരു ഡോക്ടറാക്കുവാൻ വേണ്ടി പഠിപ്പിച്ചു. എത്രയോ കാലം കഷ്ടപ്പെട്ടു ഇതിനു വേണ്ടിയിട്ട് ആ കുട്ടി പഠിച്ചു. ഗ്യാങ് റേപ്പിന് ഇരയായി എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. 138 വർഷം പഴക്കമുള്ളൊരു മെഡിക്കൽ കോളേജിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇൻഡിപെൻഡൻസ് കിട്ടിയതൊക്കെ നമ്മളൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നു. സത്യത്തിൽ നമ്മൾക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയോ? ഇപ്പോഴും സേഫായിട്ട് പുറത്ത് ഇറങ്ങി ജോലി ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സൊക്കെ ഇത്രമാത്രം വിഷമിക്കുന്നത് എന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു സ്ട്രോങ് ആയ നിയമം നമ്മൾക്കില്ല. മാത്രമല്ല രാത്രികാലങ്ങളിൽ പല ഹോസ്പിറ്റലുകളിലും CC ക്യാമറ സംവിധാനങ്ങളൊന്നുമില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ഏതാണ്ട് 30% ഇന്ത്യയിലെ ഡോക്ടേഴ്സും 80% നേഴ്സും അവരെല്ലാം സ്ത്രീകളാണ്. ഇവർക്ക് സേഫായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും നല്ല റെസ്റ്റ് എടുക്കാൻ പോലും സമയം കിട്ടാതെ സ്വന്തം കുടുംബത്തിൽ നിന്നുമൊക്കെ മാറി നിന്ന് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ പ്രൊഫഷനിൽ വന്നവരാണ്. അതുപോലെ ഇൻറ്റേൺസ് മുതൽ ജൂനിയർ ഡോക്ടേഴ്സ് വരെ 24 മുതൽ 46 മണിക്കൂർ വരെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ട്രെയിനി ഡോക്ടേഴ്സ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. റെസ്റ്റ് എടുക്കാനായിട്ട് അവർക്കൊരു നല്ല റൂം പോലും ഇല്ല. റെസ്റ്റ് റൂമോ ബാത്റൂം പോലത്തെ സംവിധാനങ്ങളോ സ്വന്തമായിട്ടൊന്ന് പോയി വിശ്രമിക്കാനൊരു റൂമോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ പോയി സെമിനാർ റൂമിൽ കിടന്നത്. അടുത്തിടെ ഒരു ലേഡി ഡോക്ടർ ഷെയർ ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇവരുടെയൊക്കെ കഷ്ടതകളെ പറ്റി. അതൊന്ന് നമുക്ക് കുറച്ച് കേട്ടിട്ട് വരാം. മനസ്സിലാക്കണം, എനിക്ക് സത്യത്തിൽ കരച്ചിൽ വരുന്നുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട്, ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടില് ലേഡി ഡോക്ടർമാരൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞ് പീഡിപ്പിക്കപ്പെടാതെ കൊല്ലപ്പെടാതെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇരിക്കുന്നത്. കുറേ സഹിക്കുന്നുണ്ട് അവര്. കുറേ സഹിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഓരോ പെണ്ണുങ്ങളും ഓരോ ജോലിയും എടുക്കുന്നത്. അത് ഡോക്ടർമാർ മാത്രമല്ല, ഓരോ സ്ത്രീകളും. അവര് കടന്നു വരുന്ന കടമ്പകൾ എന്ന് പറയുന്നത് ഒരാണിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ 10, 100, 1000 ഇരട്ടിയാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. എത്രയോ ലേഡി ഡോക്ടർമാർക്ക്, എനിക്കറിയുന്ന എൻ്റെ ഏറ്റവും ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു. അവള് നന്നായിട്ട് നല്ല സർജൻ ആയിരുന്നു. കാര്യം നന്നായി ഫ്യൂച്ചർ ചെയ്യും. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സർജൻ ആവണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് അവള് ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? അവള് കല്യാണം കഴിക്കാൻ തിരഞ്ഞെടുത്ത ആളുടെ അല്ലെങ്കിൽ അവരുടെ ഇൻലോസ് ഒക്കെ, മദറിൻലോ ഫാദറിൻലോ ഒക്കെ ഡോക്ടർമാരാണ്. അവർക്കൊരു ആശുപത്രി ഉണ്ട്, അവിടെ അവർക്ക് വേണ്ടത് ഒരു ഗൈനക്കോളജിസ്റ്റിനെയാണ്. അപ്പൊ അവര് പറഞ്ഞു, നീ ഒരു സർജൻ ഒന്നും ആവണ്ട, നീ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയാൽ മതി. ഇത്തരത്തിൽ സത്യത്തിൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾ പോലും പലപ്പോഴും തീരുമാനിക്കപ്പെടുന്നത് വേറെ പലരാലുമാണ്. ഇങ്ങനെയൊക്കെയാണ്
ഒരു ഡോക്ടർ, ഒരു ലേഡി ഡോക്ടർ, ഒരു വനിതാ ഡോക്ടർ, ഒരു ഡോക്ടറായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്? അപ്പോൾ വീഡിയോ കേട്ടപ്പോൾ തന്നെ എന്തുമാത്രം കഷ്ടതകളാണ് ഈ വനിതാ ഡോക്ടർ ഉൾപ്പെടെയുള്ള സാധാരണ ലേഡി ഡോക്ടേഴ്സൊക്കെ അനുഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. വളരെയധികം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഡോക്ടർ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ക്രൂരമായിട്ടുള്ള രീതിയിലാണ് അവരോട് പെരുമാറുക എന്നുള്ളത്, അതായത് നമ്മുടെ സീനിയർ ഡോക്ടേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ. കാരണം ഒരു ഗർഭിണി എന്നുള്ള രീതിയിലുള്ള ഒരു പരിഗണനയും കൊടുക്കില്ല എന്ന് മാത്രമല്ല, എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് പലരും ഗർഭിണികളായിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനോടും അല്ലെങ്കിൽ അവിടെയുള്ള പഠിക്കുന്ന ലേഡി ഡോക്ടർമാരോട് പെരുമാറുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ട ഒരു കാര്യമാണ് ഇത്. ഈ ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നത് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആയി. ആ സമയത്ത് ഞാൻ പേരൂർക്കട ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ വർക്ക് ചെയ്യാണ്. എൻ്റെ നിർബന്ധിത അപ്പോൾ ഇതുപോലെയുള്ള എന്ത് പ്രതികൂലമായിട്ടുള്ളതും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു ചുറ്റുപാടിലുമാണ് ഇവരൊക്കെ കഷ്ടപ്പെട്ട് ഈ ജൂനിയർ ഡോക്ടേഴ്സും ട്രെയിനീസും ഒക്കെ വർക്ക് ചെയ്യുന്നത്, ഈ പഠിക്കുന്ന സ്റ്റുഡൻസും ഒക്കെ. അതുപോലെ തന്നെ നേരത്തെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം വന്നത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. കാരണം അയാൾക്ക് അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അനുവാദവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ക്യാമറ പോലും നേരെ ചൊവ്വയില്ലാത്ത ഒരു സ്ഥിതിയിൽ അവിടെ റെസ്റ്റ് റൂം ഇല്ല, കംപ്ലീറ്റ്ലി അൺസേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. സ്ട്രോങ് ആയിട്ടുള്ള നിയമവും ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ പേരിനെങ്കിലും ഇവർ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ചെങ്കിലും പേടിക്കും. ഇപ്പോൾ നമ്മൾ UAE, ദുബായ്, സൗദി ഇതുപോലുള്ള പല രാജ്യങ്ങളിലും കർക്കശമായിട്ടുള്ള നിയമങ്ങൾ തന്നെ ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ട്. വളരെയധികം സേഫായിട്ടുള്ള എൻവയോൺമെൻറ്റാണ് അവിടെ വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഡോക്ടേഴ്സ് ആകാൻ വേണ്ടി പഠിക്കുന്നവർ, ഈ PG കോഴ്സൊക്കെ ചെയ്യുന്നവർ, നേഴ്സസ് ആകാനായിട്ടും നേഴ്സസ് ആയിട്ട് ജോലി ചെയ്യുന്നവർ, ഇവരൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ സ്ഥിതിഗതികളിൽ മുമ്പോട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് അവർ എവിടെയൊക്കെ പോയി ഉറങ്ങുന്ന ആ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ട് അല്പം കുറച്ചൊരു ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴേക്കും കിട്ടുന്ന സ്ഥലത്തൊക്കെയാണ് പോയി ഉറങ്ങുന്നത്. അപ്പോൾ അവർ അവിടെ സേഫ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇവർക്ക് 24 മുതൽ 46 മണിക്കൂർ വരെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെയും OPയിൽ ഡ്യൂട്ടി നോക്കണം, പേഷ്യൻസിനെയൊക്കെ നോക്കാനുണ്ട്, ധാരാളം പണികൾ ചെയ്യിക്കാറുണ്ട് ഇവരെ കൊണ്ട്. പല ഡോക്ടേഴ്സിനും ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാം. വെളിനാടുകളിലൊക്കെ നോക്കിയാൽ അവിടെ സാലറി കുറേ കൂടുതലാണ്, റെസ്പെക്റ്റൊക്കെ ഡോക്ടേഴ്സിന് ഈ പ്രൊഫഷന് കിട്ടാറുണ്ട്. സേഫ്റ്റി കാര്യങ്ങളൊക്കെ വളരെ മുന്നോട്ടാണ് അവിടെയൊക്കെ. ഇവിടെ ഇങ്ങനത്തെ ഈ സാഹചര്യങ്ങളൊന്നും അനുകൂലമില്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രൊഫഷൻ ഇവിടെ ചെയ്യാനായിട്ട് പറ്റുന്നത്? ധാരാളം പേർ അതുകൊണ്ട് പല രാജ്യങ്ങളിലും പുറത്തോട്ടൊക്കെ പോയിട്ടാണ് ജോലികളൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഈ PG സ്റ്റുഡൻസിനുമൊക്കെ ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്ത ഡോക്ടർ പറയുന്നത് പോലെ തന്നെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവരൊക്കെ നേരിടുന്നത്. നേഴ്സുമാർക്ക് പലർക്കും 20,000 25,000 രൂപ ഒക്കെയാണ് സാലറി കിട്ടുന്നത്. അപ്പോൾ ഒരു ഓട്ടോയിൽ തന്നെ അവർക്കൊന്ന് യാത്ര ചെയ്യണമെങ്കിൽ ഇപ്പോൾ കേരളത്തിലത്തെ റേറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 30-40 രൂപയൊക്കെ ഒരു സൈഡിന് തന്നെ മിനിമം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ജീവിക്കുക? അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്താ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അതാണ് ഇവർ ജർമ്മനി പോലെയുള്ള പുറം രാജ്യങ്ങളിലൊക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവിടെയൊക്കെ പോകാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ ഇപ്പോൾ UAEയിലും ദുബായിലും ഒക്കെ ഈ ഡോക്ടേഴ്സിന് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതിൽ പലരും അങ്ങനെയൊക്കെ പോകാനായിട്ട് ഈ ലേഡീസ് താല്പര്യം കാണിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്. ഇപ്പോഴും നല്ലൊരു നിയമമോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിയമത്തിൻ്റെ പിൻബലം ഇപ്പോഴും സ്ത്രീകൾക്കില്ല. അവർക്ക് സേഫായിട്ട് ഡ്യൂട്ടി ചെയ്യാനും പുറത്തിറങ്ങുവാനും സാധിക്കണം. എല്ലാ സ്ഥലങ്ങളിലും ഹോസ്പിറ്റൽസിലൊക്കെ ക്യാമറാസൊക്കെ വെച്ച് നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടാകണം. കുറേ ഒക്കെ ഒരു പരിഹാരമുണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്താൽ. ഇതുപോലെ ഈ സംഭവം നടന്നതിൻ്റെ അടുത്ത ദിവസം ഉത്തരാഖണ്ഡിൽ ഒരു നേഴ്സിന് ഇതുപോലെ ഒരു ദുരനുഭവം ഉണ്ടായതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ആകെ മൊത്തം ഇവിടുത്തെ ലേഡി ഡോക്ടേഴ്സ് എന്നല്ല, എല്ലാ സ്ത്രീകൾക്കും തന്നെ അവരുടെ ഒരു സംരക്ഷണമോ സേഫ്റ്റി സൈഡൊക്കെയോ വളരെയധികം ബുദ്ധിമുട്ടും. എല്ലാവർക്കും രാത്രിയിൽ ഒരു 7-8 മണിയൊക്കെ കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ തന്നെ പേടിയുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനൊക്കെ എതിരെ ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ആണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളാണ് ഇങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ എതിരെ അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ അത് പേടിച്ചിട്ട് പല കുറ്റവാളികളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയപ്പെടും. അപ്പം അതുപോലെ വളരെ ശക്തമായിട്ടുള്ളൊരു നിയമത്തിൻ്റെ പിൻബലം വനിതകൾക്കും ലേഡീസിനും പ്രത്യേകിച്ച് ഈ ഡോക്ടേഴ്സിനൊക്കെ
ലേഡി ഡോക്ടേഴ്സിന് നൈറ്റ് ഡ്യൂട്ടി നൈറ്റ് ഷിഫ്റ്റും ഒക്കെ വരുമ്പോഴേക്കും പലരും ഇപ്പോൾ പറഞ്ഞ ഡോക്ടേഴ്സ് പറയുന്നത് പോലെ പേഷ്യൻസിന് ബൈസ്റ്റാൻഡേഴ്സായിട്ട് ഒരുപാട് പേര് കൂടെ വരുന്നതും ധാരാളം അറിയാത്ത ആൾക്കാരുമൊക്കെ ആയിട്ടും ഡീൽ ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെയാണ് നിലവിലുള്ളത്. ഇവർ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും നിയമത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ ഇവിടെ വന്നിട്ട് ലേഡീസിൻ്റെ ഒരു സേഫ്റ്റി നമ്മൾക്ക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഇനിയും ഭാവിയിൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരാതിരിക്കാനും ഈ MBBS സ്റ്റുഡൻസ് തന്നെയും പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്നവരും ഒക്കെ ഹോസ്പിറ്റൽസിലൊക്കെ ധാരാളം പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. അവർക്ക് പുറത്ത് പറയാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പലരും അത് മടിച്ചിട്ടൊന്നും പറയാറില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ എത്രയും വേഗം എടുത്ത് ഇവർക്കൊക്കെ ഒരു സംരക്ഷണം ഉറപ്പ് വരുത്തുന്നത് എത്രയും പെട്ടെന്ന് ഗൗരവത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാം. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ. എല്ലാ രീതിയിലും അതിനുള്ളൊരു പരിഹാരം ഉണ്ടാകട്ടെ എത്രയും പെട്ടെന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.